ബാങ്കിൽ എഫ് ഡി ഇടുന്നതാണോ അതോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുക? നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് എടുത്ത കഴിഞ്ഞ 10 വർഷത്തെ ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺ ബാങ്ക് എഫ് ഡിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഓരോ വർഷത്തെ റിട്ടേണും വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് കാണുക. കഴിഞ്ഞ 10 വർഷത്തെ ഇൻഡെക്സ് ഫണ്ടിൻ്റെ, അതായത് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 2015 മുതൽ 2024 വരെയല്ല ഇൻഡെക്സ് ഫണ്ടിൻ്റെ ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 11%. ഓക്കെ, ഇനി നമുക്ക് കമ്പാരിസൺ തുടങ്ങാം. ഇവിടെ എൻ്റെ ക്യാപിറ്റൽ 1 ലക്ഷം ഫിക്സഡ് ആയിരിക്കും. ബാങ്ക് എഫ് ഡി 7% ആണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഇനി നമുക്ക് 2015 മുതൽ 2024 വരെ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ബാങ്ക് എഫ് ഡിയുടെയും റിട്ടേൺ നോക്കാം. 2015 ഇൻഡെക്സ് ഫണ്ട് 96,000, ബാങ്ക് എഫ് ഡി 1,07,000. അതായത് 2015 ഇൻഡെക്സ് ഫണ്ടിൻ്റെ -4% റിട്ടേൺ കിട്ടിയത്. അപ്പോൾ നമ്മൾ 1 ലക്ഷം ക്യാപിറ്റൽ 96,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. നേരെ മറിച്ച് ബാങ്ക് എഫ് ഡി 1,07,000 രൂപ. ഇനി 2016 ഇൻഡെക്സ് ഫണ്ട് 98,880, ബാങ്ക് എഫ് ഡി 1,14,490. അതായത് 2015-2016 2 വർഷം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് കിട്ടിയത്. നേരെ മറിച്ച് ബാങ്ക് എഫ് ഡിയിൽ 14,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടമെന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതായത് നമ്മൾ 2 വർഷം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് കിട്ടിയത്. നേരെ മറിച്ച് ബാങ്ക് എഫ് ഡിയിൽ നമുക്ക് 14,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 2017 ആ വർഷം ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺ 1,25,209. അതായത് ആ വർഷം 28% റിട്ടേൺ മ്യൂച്വൽ ഫണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്ക് എഫ് ഡിയുടെ റിട്ടേൺ 1,22,504. ഓക്കെ, ഇനി 2018 നമ്മുടെ മ്യൂച്വൽ ഫണ്ട്, അതായത് ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺ 1,31,025 ആയിട്ടുണ്ടാവും. ബാങ്ക് എഫ് ഡി 1,31,079. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2018 മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേണും ബാങ്ക് എഫ് ഡിയുടെ റിട്ടേണും ഏകദേശം ഈക്വൽ ആണ്. വേണമെങ്കിൽ ബാങ്ക് എഫ് ഡിയുടെ റിട്ടേൺ കുറച്ച് കൂടുതലാണെന്ന് പറയാം, ഒരു 30 രൂപ കൂടുതലാണ്. അതായത് നമ്മൾ 4 വർഷം 1 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നതും ബാങ്ക് എഫ് ഡിയിൽ ഇട്ടിട്ടും നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടിയത് ബാങ്ക് എഫ് ഡിയിലാണ്. ഓക്കെ, ഇനി 2019 നമ്മളെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 1,46,748 ആയിട്ടുണ്ടാവും. നമ്മുടെ ബാങ്ക് എഫ് ഡി 1,40,254. 2020 ഇൻഡെക്സ് ഫണ്ട് 1,68,760, ബാങ്ക് എഫ് ഡി 1,50,071. 2021 ഇൻഡെക്സ് ഫണ്ട് 2,92,62, ബാങ്ക് എഫ് ഡി 1,60,575. ഓക്കെ, ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. 2021 നിങ്ങളുടെ ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺ 2 ലക്ഷം കഴിഞ്ഞു. നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 ലാക്കാണ്. നമ്മുടെ ബാങ്ക് എഫ് ഡിയുടെ റിട്ടേൺ 1,60,000. അതായത് ഓരോ 6 വർഷത്തിലും നിങ്ങളെ ഇൻഡെക്സ് ഫണ്ട് ഡബിൾ ആവും. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആവും. അതിൻ്റെ മുന്നേ ഉള്ള റിട്ടേൺ നോക്കുമ്പോൾ നമുക്ക് ബാങ്ക് എഫ് ഡി ആയിരിക്കും കൂടുതൽ റിട്ടേൺ കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി 2022 ഇൻഡെക്സ് ഫണ്ട് 2,18,302, ബാങ്ക് എഫ് ഡി 1,71,815. ഇനി 2023 ഇൻഡെക്സ് ഫണ്ട് 2,61,962, ബാങ്ക് എഫ് ഡി 1,83,842. 2024 ഇൻഡെക്സ് ഫണ്ട് 2,85,014, ബാങ്ക് എഫ് ഡി 1,96,711. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഫണ്ടിൻ്റെയും ബാങ്ക് എഫ് ഡിയുടെയും കഴിഞ്ഞ 10 വർഷത്തെ റിട്ടേൺ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഓരോ 5 മുതൽ 6 വർഷത്തിലും നമ്മളെ ഇൻഡെക്സ് ഫണ്ടിലെ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആവുന്നുണ്ട്. അതേസമയം നമ്മുടെ ബാങ്ക് എഫ് ഡിയിൽ അത് 10 വർഷത്തോളം എടുത്തിട്ടാണ് നമ്മളെ ക്യാപിറ്റൽ ഡബിൾ ആവുന്നത്.